ഗൈസ്, അപ്പം ബ്ലോട്ടിംഗ് ഫുഡിന് പറ്റിയ ഫുഡും ഏതൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, അവോയ്ഡ് ചെയ്യേണ്ടത്, അതിനെല്ലാം പറ്റിയാണ് പറയുന്നത്. ഇന്ന് ബ്ലോട്ടിംഗ് ആണ് മെയിൻ ടോപ്പിക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്ലോട്ടിംഗ് ഫുഡ്സ് എന്തൊക്കെയാണ് ബ്ലോട്ടിങ്ങിൻ്റെ ഫുഡ്, എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ ടോപ്പിക് ഇപ്പോൾ ബ്ലോട്ടിംഗ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുക. എല്ലാവർക്കും വയറിങ്ങനെ ബ്ലോട്ടിംഗ് ആയിട്ട് കിടക്കും, കുറേ ഫുഡൊക്കെ കഴിച്ചാൽ. അതൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, കാര്യങ്ങൾ എന്താണ് പ്രിക്കോഷൻ എടുക്കേണ്ടത്, അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിൻ്റായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. പലർക്കും പല ബുദ്ധിമുട്ടുകളാണ്. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ പീരീഡ്സിന് മുന്നേ നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് വരാം. അത് സ്വാഭാവികമാണ്, നാച്ചുറൽ, എല്ലാവർക്കും കാണപ്പെടുന്നതാണ്. അപ്പോൾ അല്ലാതെ എന്തൊക്കെയാണ് വേറെ ആൾക്കാർക്ക് അല്ലാതെയൊക്കെ വരുന്നുണ്ട്, അതിനെല്ലാം പറ്റി പ്രിക്കോഷൻ എന്തൊക്കെ എടുക്കാം, ഏതൊക്കെ ഫുഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ബ്ലോട്ടിംഗ് ആദ്യം ഞാൻ പറയാൻ പോകണം. ബ്ലോട്ടിംഗ് എന്താണ്? ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറ് ഇപ്പോൾ ഫുള്ള് നല്ല ടൈറ്റായിട്ട് ഫീൽ ആവും, അല്ലെങ്കിൽ സോളൻ നല്ല തള്ളിയിരിക്കുന്ന പോലെയോ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ബ്ലോട്ടിംഗ്. ഇത് ഗ്യാസ് മാത്രം കൊണ്ടല്ല ബ്ലോട്ടിംഗ് ആയിട്ട്. ചിലവർക്ക് ഗ്യാസ് കാരണം ഗ്യാസിന് പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇത് മെയിൻ എന്ന് പറയണത് ഗ്യാസ് പ്രൊഡക്ഷൻ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക് ബ്ലോട്ടിംഗ് കാണാം. അധികം ഭക്ഷണം കഴിക്കൽ, അതിൽ പിന്നെ വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കൽ, അതിലുള്ള ആൾക്കാർക്കെല്ലാം ഇത് നിങ്ങൾക്ക് കാണപ്പെടാം. പിന്നെ ഫുഡിൻ്റെ ഇൻടോളറൻസ്, പിന്നെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ വയറിന് അത് പിടിക്കില്ല, അത് കാരണം വരുന്ന കുഴപ്പങ്ങൾ. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അത് കാരണം ബ്ലോട്ടിംഗ് വരാം. സാധനപ്പം അങ്ങനെയല്ല, അതെല്ലാം ഉപയോഗിക്കുന്നവർക്ക് ഈ കാരണം ഉണ്ടാവാം. ഇതാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലോട്ടിങ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫുഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോവാം. ഒന്ന് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. എന്ന് പറഞ്ഞാൽ സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്പാർക്ക്ലിംഗ് വാട്ടർ, കാർബണേറ്റഡ് എനർജി ഡ്രിങ്ക്സ്, ഇതിലെല്ലാം അത് കാണപ്പെടും. ഇത് ഗ്യാസ്, വയറൽ ഫുൾനെസ് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ ഫുഡ് എന്ന് പറയുന്നത് ഓണിയൻ അല്ലെങ്കിൽ ഗാർലിക്. ഇതും നമുക്കത് തരും. ചില സെൻസിറ്റീവ് ആളുകൾക്ക് ഓണിയൻ അല്ലെങ്കിൽ ഗാർലിക് എന്നിവയിൽ ഫെർമെൻറ്റഡ് കാർബോഹൈഡ്രേറ്റ്സ് കാരണം ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ഉണ്ടാവും. പിന്നെ പറയേണ്ടതാണ് ബീൻസും ലെഗ്യൂംസും. ബീൻസ് എന്ന് പറഞ്ഞാൽ ബീൻസ്, ചിക്ക് പീ, പിന്നെ ലെൻറ്റിൽസ്, കിഡ്നി ബീൻസ്, ഇതിലെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാം. നമ്മളെ പരിപ്പ് കാര്യങ്ങൾ, അതിലെല്ലാം നിങ്ങൾക്ക് കാണപ്പെടാം. ഇത് ന്യൂട്രിയൻസ് ആണ്, പക്ഷേ ചിലവരിൽ ഗ്യാസ് കൂടുതലുണ്ടാകും. കാരണം ഇതെല്ലാം ഒരു പയർ ഇതാണ്, അത് കാരണം ഗ്യാസൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ വരാം. അതുകൊണ്ട് എല്ലാവരും ഇവ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇത് നല്ലൊരു പോഷകം, പ്രോട്ടീനിലെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നാലും ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മിൽക്കും ഡയറിയും നാലാമത്തെ കാര്യം. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരുണ്ട്, മിൽക്ക് പറ്റൂല. അതിൽ മിൽക്ക്, ഐസ്ക്രീം, ചില ഡയറി പ്രോഡക്ട്സ് എല്ലാം ഇത് നമുക്ക് ബ്ലോട്ടിംഗ് തരും. ഗ്യാസ്, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, ഡയറിയ എന്നിവയെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാം. പിന്നെ ചില ഫ്രൂട്ട്സ് ഉണ്ട് എന്ന് പറയണത്, ഇപ്പം ആപ്പിള്, പിയേഴ്സ്, നമ്മളെ വാട്ടർ മിലൻ, ചില ഡ്രൈ ഫ്രൂട്ട്സ്, ഇതെല്ലാം ബ്ലോട്ടിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവ അൺഹെൽത്തി ഫ്രൂട്ട്സ് ഒന്നും അല്ല, പക്ഷെ ഓരോരുത്തരുടെ ശരീരം അനുസരിച്ച് ചിലപ്പോൾ അത് ടോളറൻസ് തരണമെന്നില്ല, അതാണ് കാര്യം. പിന്നെ ചില വീറ്റ് ബേസ്ഡ് ഫുഡ്സ് ഉണ്ട്. അത് ബ്രെഡ്, പാസ്ത തുടങ്ങിയവ ചില സെൻസിറ്റീവ് ആളുകൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാകാം. പക്ഷേ ഗ്ലൂട്ടൻ എല്ലാവർക്കും ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന എന്ന് ശരിയൊന്നും അല്ല. പക്ഷേ സിലിയക്ക് ഡിസീസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻടോളറൻസ് ഉള്ളവർ മാത്രം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെയാണ് വിഷയങ്ങൾ. പിന്നെ ഏഴാമത്തേന്ന് പറഞ്ഞാൽ വെരി ഫാറ്റി അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ്സ്, അതൊന്നും കഴിച്ചൂടാ. ഫ്രൈഡ് ചിക്കൻ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഫാസ്റ്റ് ഫുഡ്, വെരി ഓയിലി മീൽസ്, ഇതൊക്കെ കഴിക്കുന്നവർക്കും നല്ല ബുദ്ധിമുട്ട് കാണപ്പെടുന്നുണ്ട്. ഡൈജഷൻ നല്ല സ്ലോ ആയിരിക്കും. അപ്പോൾ പിന്നെ ബ്ലോട്ടിങ് നല്ലതായിട്ട് കാണാം. പിന്നെ ഷുഗർ ഫ്രീ പ്രോഡക്ട്സ്, ചില ചൂയിങ് ഗം, ക്യാൻഡീസ്, പ്രോട്ടീൻ ബാർസ് തുടങ്ങിയവയിലും കാണാം. സോർബിറ്റോൾ, മാനിറ്റോൾ, അതെല്ലാം ഉള്ള ഷുഗർ ആൽക്കഹോൾസ് ഉണ്ടാകാം. സെൻസിറ്റീവ് ആളുകൾ ഇവ കഴിച്ചാലും ഗ്യാസും ബ്ലോട്ടിങ്ങും ഉണ്ടാവാം. പിന്നെ പറയണതാണ് നമ്മളെ ചില വെജിറ്റബിൾസ് ഉണ്ട്, അതിലും ഹെൽത്തി ആണെങ്കിലും ചില വെജിറ്റബിൾ ചിലരിൽ ഗ്യാസ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാം. അതെന്ന് പറഞ്ഞാൽ ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ്, അങ്ങനെയുള്ള. ക്യാബേജിലൊന്നും കലോറി പോലും ഇല്ല,
അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കഴിക്കാൻ ചിലവർക്കത് പാടായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ബ്ലോട്ടിങ് ഉണ്ടാക്കുന്ന കാരണത്തിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കില്ല, ഒരു ഇത്തിരി പോർഷനായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ, അതാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇത്രയാണ് മെയിൻ കാര്യം. പിന്നെ ബ്ലോട്ടിങ് കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ല ഹാബിറ്റ്സ് ഒക്കെ എന്താണ്? ബ്ലോട്ടിങ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം? അതിന് പറഞ്ഞാൽ വെള്ളം ഒരു നല്ലൊരു സോഴ്സാണ്. ഹൈഡ്രേഷൻ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും ബൗൽ മൂവ്മെൻറ്റ് റെഗുലർ ആക്കാനും നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ ചെയ്യേണ്ടതാണ് വാക്കിംഗ്. നിങ്ങൾ നടക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ലൈറ്റ് വാക്കിംഗ് ചേർക്ക് ഡൈജഷനും ബ്ലോട്ടിങ്ങും എല്ലാം മാറിക്കിട്ടാൻ സഹായിക്കും. പിന്നെ പയ്യെ കഴിക്കുക. ഭയങ്കര വെപ്രാളത്തിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്, അതെല്ലാം നല്ല ഒരു അഴുക്കൊരു സ്വഭാവമാണ്. അപ്പം സ്ലോലി നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ കഴിക്കുമ്പോൾ കൂടുതൽ എയർ സോളോ ചെയ്യാം, മനസ്സിലായോ? അതുകൊണ്ട് സ്ലോ ഈറ്റിങ്ങും പ്രോപ്പർ ചൂയിങ് പയ്യെ കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഫൈബർ വളരെ പ്രധാനമാണ് ഈ ബ്ലോട്ടിംഗ് ഉള്ള ആൾക്കാർക്ക്. ഒറ്റയടിക്ക് ഫൈബർ വളരെ അധികം കൂട്ടിയാൽ ചിലരിൽ ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് കൂടാം. ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പയ്യെ കൂട്ടുക, ഇത്രേ ഉള്ളൂ ഫൈബർ. ഇതൊക്കെ കൂടെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ വെള്ളം, നടക്കുക, പിന്നെ പയ്യെ കഴിക്കുക, ഫൈബർ ആഡ് ചെയ്യുക. പിന്നെ ബ്ലോട്ടിംഗ് ഉള്ളപ്പോൾ ഏത് ഫുഡ്സ് ട്രൈ ചെയ്യാം? നമുക്ക് ഏത് ഫുഡ്സൊക്കെയാണ് ട്രൈ ചെയ്യാൻ? ഈസി ടു ഡൈജസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതിൽ ബനാന എടുക്കാം, കിവി എടുക്കാം, ഓറഞ്ച് എടുക്കാം, കുക്കുംബർ എടുക്കാം, ക്യാരറ്റ് കഴിക്കാം, റൈസ്, ഓട്സ്, എഗ്സ് ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾ ലീൻ പ്രോട്ടീൻ, യോഗേർട്ട്, ലാക്ടോസ് ഇൻടോളറൻസ് അങ്ങനെയല്ല. ബട്ട് ബ്ലോട്ടിംഗ് ക്യൂർ ഫുഡ് എന്നൊന്നുമല്ല. നിങ്ങളുടെ ട്രിഗർ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ പറ്റിയൊരു ബെസ്റ്റ് ഫുഡ്സൊക്കെയാണ് ഇതെല്ലാം. പിന്നെ ഫുഡ് ഡയറി അല്ലെങ്കിൽ വീഡിയോയിൽ ഇത് മസ്റ്റ് പറയുക. ഞാൻ എന്തായാലും ഇത് മസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ നോക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ബ്രേക്ക്ഫാസ്റ്റിൽ മിൽക്കും ബ്രെഡും 2 മണിക്കൂറിന് ശേഷം ബ്ലോട്ടിങ് ഒരു 7 അല്ലെങ്കിൽ 10 വരാം. ഇങ്ങനെ ഒരു 1 മുതൽ 2 വീക്സ് നോട്ട് ചെയ്താൽ റിപ്പീറ്റഡ് പാറ്റേൺ കണ്ടെത്താൻ നമുക്ക് സഹായിക്കും. ഒരു ഫുഡ് മാത്രം ബ്ലെയിം ചെയ്യുന്നത് അത് നല്ലതല്ല. എപ്പോഴും നമ്മളിത് കഴിച്ചിട്ട് എത്ര നേരം എടുക്കുമ്പോൾ ഇത് വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഡോക്ടറിനെ കാണേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ബ്ലോട്ടിങ് ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ ബ്ലോട്ടിങ് ഇപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആണെങ്കിൽ, എപ്പോഴും വന്നുകൊണ്ടിരുന്നത്, തുടർച്ചയായി ഉണ്ടെങ്കിൽ, സിവിയർ അബ്ഡോമിനൽ പെയിൻ വന്നിട്ടാണ് വരുന്നെങ്കിൽ, പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ, വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ, ബ്ലഡ് സ്റ്റൂളിൽ കാണപ്പെടുന്നെങ്കിൽ, പിന്നെ ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓരോ ഇത് ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇതെല്ലാമാണ് മെയിൻ നിങ്ങൾക്ക് അർജൻറ്റ്ലി ഡോക്ടറിനെ കാണേണ്ട സിറ്റുവേഷൻ. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാ ഫുഡും നിങ്ങൾ അവോയ്ഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ബോഡിക്ക് ഏതൊക്കെയാണ് ഫുഡ് ട്രിഗർ ആക്കുന്നതെന്ന് മനസ്സിലാക്കുക ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഫുഡ്സ്, ഓയിലി ഫുഡ്സ് അതൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കുക, ബാക്കിയെല്ലാം ശരിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഇതാക്കുന്ന മെയിൻ ബ്ലോട്ടിങ്ങിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതും പലർക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കണ്ടൻറ്റാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓൺ ആക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.